പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. എല്ലാവരും ചേർന്ന് ഉറക്കപ്പാടി പ്രാർത്ഥിക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാമേ, നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്തുതിതം നിസ്തുല മഹിമാവാ സ്വർഗ്ഗങ്ങൾ നിറഞ്ഞ സദാ താവനമായി വിളങ്ങുന്നു.
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻരാജ്യം വന്നിടണമേ. നിൻഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധകളും അങ്ങ് കനിഞ്ഞു പൊറുക്കണമേ. എന്തെന്നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായി വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളി എന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെ എതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹാരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സങ്കീർത്തനം മറുപടിയായി, ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവന് ശുശ്രൂഷ ചെയ്യുവിനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവ് ആഗതനാകുമ്പോൾ നീതിമാന്മാർ മഹത്വമണിഞ്ഞ് എതിരേൽപ്പിനായി ഇണയുന്നു, മേഘനിരകളിലേക്ക് പറന്നുയരുന്നു. കീർത്തനം ആലപിച്ചുകൊണ്ട് തിരു മുമ്പിൽ പ്രവേശിക്കുവിൻ. അവനാണ് നമ്മുടെ ദൈവവും കർത്താവും എന്ന് അറിയുവിൻ. നാമെല്ലാവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവന്റെ ജനവും മേച്ചിൽ സ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവന്റെ വാതിലുകൾ കടക്കുവിൻ, കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവന് നന്ദി പറയുവിൻ, തിരുനാമം വാഴ്ത്തി പുകഴ്ത്തുവിൻ. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു, അവന്റെ കൃപ ശാശ്വതമാകുന്നു, വിശ്വസ്തത തലമുറകളോളം നീളുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഉത്താനം നീയാകുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ പരിപാവന ബലവാനേ, പരിപാവന ആരോഗ്യേ, കാരുണ്യമേ സൂര്യനേ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനു ദൂരം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ഒന്നാം വായന. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുവിൻ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49-ാം അധ്യായം 8 മുതൽ 12 വരെയും 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായി വിട്ടുപോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്നും നീങ്ങി പോകുകയില്ല. ജനതകൾ അവനെ അനുസ്മരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചെമ്മന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു.
വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിന്റെ ശിരസിൽ തൻ്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ദൈവമായ കർത്താവിനെ സ്തുതി. രണ്ടാം വായന. സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. കരുണിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളായി സുദിനം ഹല്ലേലൂയ പാടുക. വാഴ്ത്തിടാം നിത്യം തിരുനാമം. തന്മഹിമാവല്ലോ വാനിലുമൂഴിയിലും പിന്നി വിളങ്ങുന്നു. കരുണിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളായി സുദിനം ഹല്ലേലൂയ പാടുക. വാഴ്ത്തിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുതനും രൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. കരുണിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളായി സുദിനം ഹല്ലേലൂയ പാടുക. വാഴ്ത്തിടാം നിത്യം തിരുനാമം.
അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങളുയർത്തട്ടെ. ഹോശാനകളായി സ്തുതിയും ഹല്ലേലൂയ പാടുകളാൽ നിത്യം പ്രിയനാമം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളും അദരസ്വരവും ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എൻ്റെ സഹോദരരെ, മിസ്റ്റർ പൗലോസ് ലീഹ റോമകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയകുലരാകാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കുവാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും? ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേരു പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവ് മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിന് താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്നോർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിന് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്നു നീ മുറിക്കപ്പെട്ടു. കൃഷിസ്ഥലത്തു നിന്നല്ല, ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ സ്വാഭാവിക ശാഖകൾ അവയുടെ താഴ്ത്തണ്ടിൽ വീണ്ടും ഒട്ടിക്കുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യുദ്ധമനോജ്ഞം നിത്യനാമം കർത്താവേ ഭൂമിയിലും നിന്നെ മഹത്വം വാണിയിലും കീർത്തിതമാ
മാത്രം എന്നൊരു മേന്മ മനുഷ്യരിലുള്ളൂ. പാവനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ജെറൂസലമിനെ സമീപിക്കവേ ഒലിവുമലയ്ക്കരികെയുള്ള ബെത്കഫയിലെത്തി. അപ്പോൾ യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അടിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണ് ഇവനെന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്. ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബഥാനിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. നമ്മൾ കുരുത്തോല വെഞ്ചരിച്ച് പ്രദക്ഷിണമായിട്ട് നമ്മൾ പോവുകയാണ്. അതിനുശേഷം നമ്മൾ പല്ലേകത്തേക്ക് വാതിൽ മുട്ടി അകത്ത് കയറുന്നതായിരിക്കും. കുരുത്തോല വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവനായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. കുരുത്തോല വെഞ്ചരിപ്പ്. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
ജെറുസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവകമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മ കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായി നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപ്രഭം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. പാടുവിൻ വാരനെ വാർത്തുവിൻ ദിവ്യാപമാനങ്ങൾ കീർത്തിക്കുവിൻ കാവലമോദവിൻ നീലവിൽ വീട്ടുവിൻ പാവനപാദം നമിച്ചിടുവിൻ പാവനപാദം നമിച്ചിടുവിൻ. ഏവർക്കും ഓശാന ഞായറാഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസകൾ നേരുകയാണ്. നമ്മൾ പ്രദക്ഷിണമൊക്കെയായി പുറത്തേക്ക് പോയി നമ്മൾ തിരിച്ച് വാതിൽ മുട്ടി അകത്തേക്ക് നമ്മൾ കയറി. ഈശോ ജെറുസലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മയാണല്ലോ ഓരോ ഓശാന ഞായറാഴ്ചയും നമ്മൾ കൊണ്ടാടുന്നത്. കർത്താവ് കഴുതപ്പുറത്താണ് ദേവാലയത്തിലേക്ക് വന്നത്. ഒരു കുതിരപ്പുറമല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങളൊരു കഴുതിയെ കാണും, ആ കഴുതിയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയണം അതിൻ്റെ ഉടമസ്ഥരോട്. അങ്ങനെയാണ് സ്ലീഹന്മാരോട് പറഞ്ഞത്. സ്ലീഹന്മാരോട് പറഞ്ഞു, ആ കഴുതിയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ അവരതുപോലെ പറഞ്ഞു. അങ്ങനെ തന്നെ കഴുതിയെ കൊടുത്തു, കഴുതിയെ കൊണ്ടുവന്നു. ആ കഴുതപ്പുറത്താണ് ഈശോ കടന്നു വന്നത്. സ്നേഹമുള്ളവരെ, യഹൂദരുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു രാജാവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. രാജാവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അതായത് റോമൻ ആധിപത്യത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന അവരുടെ സ്വതന്ത്രമായ ഒരു രാഷ്ട്രത്തിന് വേണ്ടി, സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് വേണ്ടി കപ്പം കൊടുക്കാതെ, ചുങ്കം കൊടുക്കാതെ. നമുക്കറിയാം, മത്തായി ചുങ്കക്കാരനായിരുന്നു. അത് റോമൻ സ്റ്റാഫാണ്, റോമൻ എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാഫാണ് മത്തായി. വിശുദ്ധ മത്തായിയായി നമ്മൾ വായിക്കുന്ന സുവിശേഷകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പോൾ ഒരു യഹൂദരെ സംബന്ധിച്ച് ഒരു ഫ്രീഡം അവരുടെ മനസ്സിൽ എന്നും എപ്പോഴും ഉണ്ട്. അത് കുറച്ച് വർഷങ്ങൾ കൊണ്ടുള്ളതല്ല, മറിച്ച് ഈ ബാബിലോൺ പ്രവാസകാലം എന്ന് നമ്മൾ വായിച്ചിരിക്കും ജെറൂസലേമിൻ്റെ ചരിത്രത്തിൽ. ഈ ബാബിലോൺ പ്രവാസകാലം മുതൽ പല രാജാക്കന്മാരുടെയും അധീനതയിലായിരുന്നു യഹൂദർ മുഴുവൻ. അവർ അന്ന് തൊട്ടേ ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.
അപ്പോൾ യേശുവിനെക്കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വന്നത്, അല്ലെങ്കിൽ അവരുടെ ചിത്രത്തിലുണ്ടായത് ഒരു രാജാവിനെ പോലെയാണ്. അതായത് അത്യാവശ്യം മാജിക് ഒക്കെ കാണിക്കുന്ന, അത്യാവശ്യം അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന, അത്യാവശ്യം എന്താ പറയുക, വേണ്ട രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള, നല്ല ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവനിൽ കൃത്യമായും യഹൂദർ പ്രതീക്ഷിച്ച് വെച്ചിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് ജെറൂസലേമിലേക്ക് കടന്നു വന്നപ്പോൾ നല്ല രാജകീയമായ ഒരു വരവേൽപ്പ് കൊടുത്തത്. ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് സാധാരണ രാജാക്കന്മാർ വരുന്നത് കുതിരപ്പുറത്താണ്, പക്ഷെ രാജാവ് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തു. ഇവിടെ ഈശോ സെലക്ട് ചെയ്തത് കഴുതയാണ്. അപ്പോൾ കർത്താവിന് കൃത്യമായിട്ട് പറയാനൊരു സന്ദേശമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ വന്നിരിക്കുന്നത് വെറും ഐഹികമായ രാജ്യത്തിൻ്റെ രാജാവാകാനല്ല. ഈ ഒരു കാര്യം പറയുന്നത് പിലാത്തോസിനോടാണ്. പിലാത്തോസിന് പറയുന്നുണ്ട്, എന്താണ്? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുമല്ല എൻ്റെ രാജ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കുവാൻ പണ്ട് എൻ്റെ പിതാവ് സൈന്യത്തെ അയക്കുമായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന് കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഈ ലോകത്തിൻ്റെ രാജാവായി വരാൻ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എല്ലാവരാലും തടയപ്പെടുന്ന, എല്ലാവരാലും എന്താ പറയുക, മോശമെന്ന് ചിത്രീകരിക്കുന്ന, മണ്ടനെന്ന് വിളിക്കുന്ന കഴുതപ്പുറത്തേറിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഒരിക്കൽ ഒരു ഡീക്കനച്ചിൻ്റെ പട്ടത്തിൻ്റെ നന്ദിയുടെ കാർഡിൽ, താങ്ക്സ് കാർഡ് സാധാരണ നമ്മൾ അടിക്കാറുണ്ടല്ലോ, താങ്ക്സ് കാർഡിൽ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു വചനമാണ്: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. എന്നിട്ട് ഒരു കഴുതിയെ ഈശോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അതാണ് താങ്ക്സ് കാർഡ്. പെട്ടെന്ന് നമുക്ക് തോന്നും, ഇതെന്താണ് ഇതിന് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന്. പക്ഷേ പിന്നീട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, കർത്താവ് എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ കുറവുകളും പോരായ്മകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴുതിയെപ്പോലെ കുറവുകളുള്ളവരായിരിക്കും. അത് പൗരോഹിത്യത്തിലോ അല്ലെങ്കിൽ സന്യസ്ത ജീവിതത്തിലോ മാത്രമല്ല, ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ആ വിശ്വാസിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇതുപോലെയുള്ള ചില നിമിഷങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ശക്തിയിൽ നമ്മൾ ആശ്രയിച്ചാൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ കുറവുള്ളവരാണെന്നും നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഒന്നും സാധിക്കില്ല എന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് എസ്റ്റീം വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് കോൺഫിഡൻസ് വേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ ശക്തി കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്ന് എളിമയോടുകൂടി തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെയും ഈ പറഞ്ഞതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ വരുന്നത്. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചത്, കർത്താവേ, നിന്റെ മഹത്വത്തിൻ്റെ ഒരു ഉപകരണമായി എന്നെ നീ മാറ്റണമേ. കർത്താവേ, നിന്റെ അത്ഭുതങ്ങളുടെ ഒരു ഉപകരണമായി എന്നെ നീ മാറ്റണമേ എന്ന്. മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഉപകരണമായി എന്നെ നീ മാറ്റണമേ എന്നാണ് ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ആദ്യത്തെ സന്ദേശം ഇതാണ്: നമ്മളൊക്കെ കഴിവുള്ളവരാണ്, കഴിവ് കുറഞ്ഞവരാണ്. കഴിവുള്ളവരാകട്ടെ, കഴിവ് കുറഞ്ഞവരാകട്ടെ, ഒരു അപ്പനാണെങ്കിലും ഒരു അമ്മയാണെങ്കിലും ഒരു മകനാണെങ്കിലും ഒരു മകളാണെങ്കിലും ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ആരുമാകട്ടെ, അവൻ കഴിവുള്ളവനാകാം, കഴിവില്ലാത്തവരാകാം. പക്ഷേ എന്തിനേയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ അതിനെ വലിയ മഹത്വമുള്ളതാക്കി തീർക്കും. നമ്മളിലൂടെ ദൈവം ഒരുപാട് പ്രവർത്തിക്കും. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളായിരിക്കുന്ന സമൂഹത്തിനും ലഭിക്കും. അതിന് നമ്മെ തന്നെ ചെറുതാക്കി തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ വിനയാന്വിതനായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ നമ്മൾ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ഓശാന ദിവസത്തിൽ കർത്താവ് കാണിച്ചു തന്ന ആദ്യത്തെ പ്രതീകം എന്ന് പറയുന്നത് കഴുതയാണ്. കഴുതയെപ്പോലെ എളിമയോടെ വിനയാന്വിതനായി തമ്പുരാൻ്റെ മുമ്പിൽ വ്യാപരിക്കുവാനും ജീവിതത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗോഡ്. എന്നെ
നിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആദ്യത്തെ ആശംസ. രണ്ടാമത്തെ കാര്യം, ഈ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന എന്ന് വിളിക്കണമെങ്കിൽ, ഈ യഹൂദർ കർത്താവ് ഈ ജെറൂസലേമിലേക്ക് രാജകീയമായിട്ട് കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആധിപത്യത്തിൽ നിന്ന്, ഈ പറയുന്ന റോമൻ ജനതയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അവർ നിലവിളിക്കുന്നത്. അതൊരു നിലവിളിയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കും ഹോസാന എന്ന് പറയുന്നത് ഒരു വലിയ ആഠ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ രാജകീയമായ പ്രൗഢിയുടെയൊക്കെ ഒരു അവസരമാണെന്ന്. നോ, ഒരിക്കലും അങ്ങനെയല്ല. ഇന്ന് ഈ ഓശാന ഞായറാഴ്ച നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ആഘോഷത്തോടു കൂടി നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ ഹോസാന എന്ന വിളി ഒരിക്കലും ഒരു രാജ്യപ്രൗഢിയുടെയോ ഒരു ആഠ്യത്വത്തിൻ്റെയോ ആർഭാടത്തിൻ്റെയോ ഒന്നും തന്നെയല്ല. മറിച്ച് അത് ഒരു നിസ്സഹായൻ്റെ നിലവിളിയുടെ പ്രാർത്ഥനയാണ്. നിസ്സഹായൻ്റെ നിലവിളിയുടെ പ്രാർത്ഥന അത് നമ്മൾ തിരിച്ചറിയണം. ഓസാന എന്നാൽ ഒരു നിസ്സഹായന്റെ നിലവിളിയാണ്. അത് യഹൂദരുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമാണ്. എന്തായിരുന്നു? അവർ അടിമത്തത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഹോസാന, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് യഹൂദർ പ്രാർത്ഥിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചുറ്റും ചില സംഗതികളും ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ നമുക്കറിയില്ല. അത് മുകളിൽ നിന്നിട്ട് താഴെ വരെയും അതിൻ്റെ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ വ്യക്തവും വളരെ കൃത്യവുമാണ്. അതിൻ്റെ എല്ലാ അലയടികളും നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. എന്താണ്? ഈ നിലവിളി, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജബൽപൂര് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും. അതൊക്കെ എന്താ പറയുക, ഏതാനും ഒരുപാട് എണ്ണങ്ങളിലുള്ള ഒരെണ്ണം മാത്രമാണ്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലമല്ല, ഇന്ന് കാലഘട്ടം മാറി. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് നമ്മൾ തിരിച്ചറിയണമെന്ന്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ അത്യാവശ്യം വെൽ ഓഫാണ്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ മക്കളുകളൊക്കെ ഒരുവിധം ഒരു ലെവലിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പഴയ കാലഘട്ടമൊന്നുമല്ല. അത്യാവശ്യം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അതുപോലെ മറ്റെല്ലാ തലങ്ങളിലൊക്കെ വളരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാവരും. ആ ഒരു ഘട്ടം മാറിക്കഴിഞ്ഞു. പണ്ടത്തെ ആ ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി. കാലഘട്ടം മാറി. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ എന്നല്ല ഞാൻ വിളിക്കുന്നത്, മറിച്ച് ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പഴയ കാലഘട്ടമൊക്കെ മാറി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത് ക്രൈസ്തവ സമുദായം മാത്രമല്ല, മറ്റെല്ലാ സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമാണ്. നമുക്കെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ട്. പക്ഷേ നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മുടേതായിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഒരു വെല്ലുവിളി വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മുടെ മുൻപിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ ദിവസം വളരെ കോലാഹലം സൃഷ്ടിച്ച ഒരു സിനിമയുണ്ട്. എന്താണ് സിനിമയുടെ പേര്? എന്തൊരു മടി പറയാൻ. കോലാഹലം സൃഷ്ടിച്ച ഒരു സിനിമയുടെ പേര് ഇപ്പോഴും ഭയങ്കര തിരക്കാന്ന് പറയണത്. ഇപ്പോഴും അതിൻ്റെ ഒരക്ഷരം മാറ്റിയാൽ എന്തായിരിക്കും? ഉറക്കെ പറയൂ.
അതിൻ്റെ ഒരു അക്ഷരം മാറ്റിയാൽ എന്തായിരിക്കും? തമ്പുരാൻ എന്നാണ് വിളിക്കുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അക്ഷരം തെറ്റിയാണ് വിളിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രശ്നം. ജീവിതത്തിൻ്റെ അക്ഷരം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നെ ശ്രവിക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട്. എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് തമ്പുരാനെ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും വിശ്വാസ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഈ നിലവിളിയില്ല. ഹോസാന എന്ന് പറയുന്നത് ഒരു നിലവിളിയുടെ പ്രാർത്ഥനയാണ് എങ്കിൽ നമ്മൾ വിളിക്കേണ്ടത് അക്ഷരം തെറ്റിയല്ല, മറിച്ച് തമ്പുരാനെ എന്നാണ്. വിശ്വാസത്തോടുകൂടി ആഴത്തിൽ ദൈവവിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും നിറഞ്ഞുകൊണ്ട് നമ്മൾ വിളിക്കണം തമ്പുരാനെ എന്ന്. അക്ഷരം തെറ്റി വിളിച്ചാൽ ജീവിതത്തിലും അക്ഷരം തെറ്റും, വിശ്വാസ ജീവിതത്തിലും അക്ഷരം തെറ്റും. അത് തിരിച്ചറിയുന്നതിന് മുൻപ് നമ്മൾ നടപടിയിലേക്ക് കടക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചറിവ് പലതും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അയ്യോ എന്ന് പറയുന്നിടത്താണ് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള ഇന്നത്തെ തലമുറയോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നിങ്ങൾ വിളിക്കുന്ന വിളിക്ക് അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അത് തിരിച്ചറിയണമെന്നാണ്. ഇന്ന് നിങ്ങളെ തിരുത്താൻ ആർക്കും സാധിക്കുന്നില്ല. കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, ആരുമാകട്ടെ, ആർക്കും ആരെയും തിരുത്താൻ സാധിക്കുന്നില്ല. അക്ഷരം തെറ്റിയാൽ തിരുത്താൻ എല്ലാവർക്കും പേടിയാണ്. ജീവിതത്തിൽ അക്ഷരം തെറ്റുമ്പോഴാണ് സ്വയം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി അക്ഷരം തെറ്റാതെ വിളിക്കാൻ വിശ്വാസ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾ തീരുമാനിക്കണം. അതാണ് ഒരു നിസ്സഹായന്റെ വിളി, അതാണ് ഹോസാന. മൂന്നാമത്തെ കാര്യം, കർത്താവ് രാജകീയമായിട്ട് ജെറൂസലേം ദേവാലയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. എന്താണ് കർത്താവ് ചെയ്തത്? എന്താണ് ചെയ്തത്? പറയൂ. ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണോ? ചിലരൊക്കെ ഇരുന്ന് ഇങ്ങനെ തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സുഖമായിട്ടിരിക്കുമ്പോൾ, കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ, നല്ല അന്തരീക്ഷമൊക്കെ ആണല്ലോ. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്താണ് കർത്താവ് ചെയ്തത് ജെറൂസലേം ദേവാലയത്തിലേക്ക് വന്നിട്ട്? ആർക്ക് പറയാം? എന്താണ് ചെയ്തത്? ഓർമ്മയില്ല? കുട്ടികളാണ് ഞാൻ ചോദിച്ചു, കുട്ടികളോട് പറയാൻ. കുട്ടികൾക്ക് ആർക്കറിയാം? ഞാൻ വടിയെടുക്കണോ? എന്താണ് കർത്താവ് ചെയ്തത്? പറയൂ. വാതിലുമ തട്ടിയ ജെറൂസലേം ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ട് ഈശോ എന്താണ് ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. ചാട്ടവാറെടുത്ത് അടിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് പറഞ്ഞത്? എൻ്റെ ദേവാലയം കച്ചവട സ്ഥലമാക്കരുത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ ശരീരമാകുന്ന, ദൈവത്തിൻ്റെ ആലയമാകുന്ന, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഈ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര പ്രശ്നം പിടിച്ചൊരു സംഭവമാണത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാനും നിങ്ങളും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കേട്ട് കാണും. ദൈവം സഹായിച്ച് എന്നോട് ആരും ചോദിച്ചില്ല. മാള എന്ന് കേട്ടപ്പോൾ പലരും ചിന്തിച്ച് കാണും, എവിടെയാണ് ഈ സംഭവം എന്നുള്ളത്. സംഭവം അടുത്തൊക്കെ തന്നെയാണ്. കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അറിയുന്നൊരു കുടുംബമാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ പുറകിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പേളയുണ്ട്. ആ കപ്പേളയുടെ അടുത്താണ് ഈ സംഭവം നടന്നത്. ഒരു പാടത്തോട് ചേർന്ന്.
നിങ്ങൾ നോക്കിക്കേ, അതൊരു സംഭവം. അതിപ്പോൾ നമ്മുടെ അടുത്ത് നടന്നപ്പോൾ നമ്മൾ അറിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. എത്രയെത്ര ഉദാഹരണങ്ങളാണ് ശരീരത്തെ മലീമസമാക്കുന്ന രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും. ഇതൊക്കെ പീഡനങ്ങളാണ്. പീഡനങ്ങളും ഉപദ്രവങ്ങളും, അതുപോലെ എന്താ പറയുക, സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും, അങ്ങനെ ഒരുപാട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശുദ്ധി പാലിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഇന്ന് കാണിച്ചു തരുന്നത് മുഴുവൻ അതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പടം കണ്ടു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി, അത് ഇറങ്ങിയ സമയത്താണ്. അതായത് അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ പേര് ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലേ? അതാണ്. അതിൽ കുറച്ച് വില്ലന്മാരെ കാണിക്കുന്നുണ്ട്. വില്ലന്മാർ വളരെ ഭംഗിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. കാരണം സിനിമ എന്ന് പറയുന്ന അഭിനയമാണല്ലോ. വളരെ ഭംഗിയായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് അവരുടെ അഭിനയം? എന്താണ്? മയക്കുമരുന്നും ഈ പറയുന്ന സാധനങ്ങളും കഴിച്ച് ശരീരത്തെയും ജീവിതത്തെയും അങ്ങ് നശിപ്പിക്കുന്നതിൻ്റെ കൃത്യമായ ഒരു അഭിനയമാണ്. എങ്ങനെയാണ് ഒറിജിനലായിട്ട് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അതിങ്ങനെ കാണിച്ചു തരികയാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും അതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പലരെയും സംബന്ധിച്ച് ഒരു ആഗ്രഹം തോന്നും. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരീരത്തിൻ്റെ ശുദ്ധി പാലിക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഒരിക്കൽ ഒരു സ്കൂളിൽ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, സംഭവം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? അല്ല, കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചല്ല, ഒരു 3-4 പിള്ളേർ, ഒക്കെ ഈ LP സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുകളാണെന്ന് ഓർക്കണം. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനത് നേരിട്ട് ഇടപെട്ടത് കൊണ്ടാണ്. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. കാരണം അതൊന്നും അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഞാനത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ പാരൻസിനെ വിളിച്ചു. പാരൻസിനോട് ഞാൻ പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിൽ എന്താണെന്ന് വെച്ച് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യും, ഒരു പേടിയും വിചാരിക്കേണ്ട, പക്ഷേ നിർബന്ധമായും നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക, ഒരു മിസ്യൂസിങ് ആണ്. അത് ആൺകുട്ടികൾ മിസ്യൂസിങ് ആണ്. അതും ചെറുപ്പക്കാരൊന്നുമല്ല, പ്രായമായവർ. ആ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അപ്പാപ്പനാണെന്ന് ഓർക്കണം. പക്ഷെ അന്നത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ആ അപ്പാപ്പനെ വീട്ടുകാർ തന്നെ വാൺ ചെയ്തു, പിടിച്ചു. എനിക്ക് തോന്നുന്നു 2 പൂശൊക്കെ പൂച്ചിന്നാണ് എനിക്ക് തോന്നണേ. അവർ തന്നെ കൈകാര്യം ചെയ്തു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് അപ്പുറത്തോട്ട് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ശുദ്ധി പാലിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇതാണ്. ഈ മൊറാലിറ്റി എന്ന് പറയുന്നതിനെ വെള്ളം ചേർക്കുകയാണ്. എന്താണ് ധാർമ്മികത? മൊറാലിറ്റി എന്ന് പറയുന്നത് അത് പ്രശ്നമൊന്നുമില്ലെന്നേ, അതങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കുകയാണ്. അതാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവ് ചാട്ടമാറെടുത്തുകൊണ്ട് എൻ്റെ ദേവാലയം കച്ചവട സ്ഥലമാക്കരുത്, അശുദ്ധമാക്കരുത് എന്ന് പറയുമ്പോൾ അത് എനിക്കുള്ള, നമ്മളോടുള്ള ഒരു താക്കീതാണ്, അതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ മടങ്ങുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരീരത്തെ അശുദ്ധമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ വീണു പോകാതെ കൃത്യമായി വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. കാരണം കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മ കൂട്ടുനിന്നവളാണ്.
അതുകൊണ്ട് ഓശാന പാടി നിലവിളിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ള കുട്ടികളെ, സ്നേഹമുള്ള മുതിർന്നവരെ, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളതാണ്. ദേവാലയത്തിൻ്റെ പരിശുദ്ധി പോലെ, സക്രാരിയുടെ പരിശുദ്ധി പോലെ ഈ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി കാത്തുപാലിക്കാൻ എന്നും എപ്പോഴും അതിനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചുരുക്കുകയാണ്. 3 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന്, ഹോസാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഒരു നിലവിളിയാണ്, നിസ്സഹായൻ്റെ നിലവിളി. ആ നിലവിളിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ നടക്കണം. നമ്മുടെ ഒരു നിലവിളിയാണ്, നമ്മുടെ ഒരു പ്രാർത്ഥനയാണത്. നമ്മുടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരും, ആത്മീയമായിട്ട് നമ്മൾ വളരും. തമ്പുരാനെ രാജാവായി സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവനെ എളിമയോടെ വിനയാന്വതനായി കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മളും ജീവിതത്തിൽ എളിമയോടെ നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ഈ ഓശാന കർത്താവിൻ്റെ ജീവിതം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈ ഓശാനയും ഈ വലിയ ആഴ്ചയിലെ കർമ്മങ്ങളും എളിമയോടെ വിനയത്തോടെ കർത്താവ് കാണിച്ചു തന്ന മാതൃക പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും ആത്മാവിലൊക്കെ പരിശുദ്ധി പാലിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലെന്നും നിലനിൽക്കുവാനുള്ള നിലനിൽപ്പിൻ്റെ വരം കൂടി, ആത്മാവിൻ്റെ അഭിഷേകം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും ഓശാന ഞായറാഴ്ചയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടി നിന്ന് വിനീതനായി ഓസ്രേമിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഹോശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നേറ്റ് പറയാം. സകല ജനപദങ്ങളും മിശിഹായെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കിയ കർത്താവേ, ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, മിശിഹായെ പോലെ വിനയത്തോടും എളിമയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഹെബ്രായ വേദങ്ങളുടെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയ കർത്താവേ, സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുവാനും ഭൂമിയിൽ ആരാധിക്കപ്പെടുവാനുമായ കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായി, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കറകളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയമാകുന്നു. ും
താപനുമതുപോലാത്മജനം ദിവ്യരുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ പുത്രനും സൃഷ്ടികളുടെ യോഗങ്ങൾക്കെല്ലാമുണ്ട്. എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകമായ
ഈശ്വരമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സകലത്തിലുള്ള സകലവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സമയത്തിൽ നൽകി മനുഷ്യരാത്മാവിനാൽ സ്വീകരിച്ച് മനുഷ്യനായി പോകുന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹം കടക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ഏകപ്പെടുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി പിതാവിനെ വർദ്ധമാക്കിയിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിളിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. പിതാവിൽ നിന്ന് പറഞ്ഞു പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാത്മാവുമായി ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകപരിശുദ്ധം സ്നേഹികളും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങൾ നൽകുന്ന ഈ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി പാദ്രിയാർമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയാം. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഇവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കൃപയും ദൈവപിതാവിൻ സ്നേഹവതും റൂഹാത്തും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ.
അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആത്മകളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതുള്ള സകലത്തെയും കനിവോടി സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവിട്ട് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. ആത്മീയനും അരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രൂവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ വരുവാനോശാല സുതരോശാല കർത്താവിൻ തിരുനാമത്തിൽ വരുവാനോശാല കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കൈകൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിസ്സഹായന്റെ വിളിയാണ് ഹോസാന. നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളും പ്രലോഭനത്തിൻ്റെ വഴികളിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടിമത്തം അത് പാപത്തിൻ്റെ അടിമത്തമാണ്. ഒരു രാജകീയമായ അടിമത്തമല്ല ഇന്നിപ്പോൾ നമുക്കുള്ളത്, മറിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിലാണ് നമ്മളെല്ലാവരും. കർത്താവേ, അതിൽ നിന്നൊരു മോചനം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിസ്സഹായന്റെ വിളിയാണ് ഹോസാന. ഈ അപ്പവും വീഞ്ഞും അങ്ങയുടെ ശരീരരക്തങ്ങളായി മാറുമ്പോൾ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരമാകുന്ന ദേവാലയം ശുദ്ധിയോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവ്വസ്വം മുന്നിലൊളിച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപുലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപുലിതാക്കും മാർ പോളിമിത്രാനും പുരോഹിതന്മാർ ശംശാനവന സമർപ്പിത അലമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്ര വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലകിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ആഗതമാകുന്ന ഇടവക മധ്യസ്ഥനായി വിശുദ്ധ നോഡീസിന്റെ ഊട്ടുതിരുന്നാൾ ഒരുക്കങ്ങളുടെ പൂർത്തീകരണത്തിനും ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും ഈ നോമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഈ വലിയ ആഴ്ചയിലെ ദുർക്രമങ്ങൾ ദൈവാനുഗ്രഹം നിറഞ്ഞതാകുന്നതിനും അയ്യൂബനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവ്വസ്വം മുന്നിലൊളിച്ച് കുമ്പിടുന്നു. ജീവനോടെ സർവ്വസ്വം മുന്നിലൊളിച്ച് കുമ്പിടുന്നു. പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾ കടങ്ങളെ വെറുതെയും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയരത്തിൽ വലിയ പ്രത്യാശിക്കും. നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മകനെ പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നലെ തോറും ഇന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുവിധമനോട് തീരോന്നണമേ. ആവശ്യമായ തിരുശരക്കളെ യൂസമിതപ്രദമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, എങ്കിലും സകലവും പരിശുദ്ധം ജീവനും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, മൃത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സൗഹൃദത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതാളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്തിരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരേശങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരമുള്ളവരും ആത്മാക്കളെ
രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനാകുവാനേ ഇരിക്കുവാനേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരണപ്രമം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കരുതേ. ഞങ്ങൾക്ക് പാപത്തോടെയാകരുതേ. ദുഷ്ടാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണ വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറൂസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹാരത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറൂസലേമിൽ എത്തിച്ചേർന്ന് അബ്രാഹാമിൽ നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. രക്ഷകനും നാഥനുമാം നരയിലടഞ്ഞൊരു മിശിഹായി നൽകിയ താതനു വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാം. ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാക്കണമേ റൂഹായി. പീഡ സഹിക്കാൻ കുരിശേറാൻ ഓർസ്ലേം തൂകിയ തിരുനാഥൻ
ത്യാഗമോടെന്നും ജീവിക്കാം നിത്യമനുഗ്രഹമരുളട്ടെ. മന്ദിരിൽ നിങ്ങൾ സ്തുതി പാടി എന്നിലും അവനെ വാഴ്ത്തിടാം. ദൈവം വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കടങ്ങളെ